ചക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കാൻ വെച്ചതാണ്. ഇത് ഒന്ന് ഉരുക്കി വരട്ടെ. ഉരുക്കി വന്നിട്ട് വേണം നമുക്ക് പൊടിയിൽ ഇത് കുഴച്ച് മാവാക്കാൻ. നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളികേരം ചെറിയ കൊത്താക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതേപോലെ അരി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൽ ചക്ക വേവിച്ച് വെച്ചതാണ്. ചക്ക ഇന്നലെ ഇട്ടിട്ട് അത് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കളറ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രൗൺ കളറാവും. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇപ്പം തന്നെ എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ചക്ക ഇതിലോട്ടിട്ടാണ്. ഈ ചക്കയും പൊടിയൊന്ന് നന്നാക്കി കുഴച്ച് മിക്സ് ചെയ്യാം നമ്മൾ. ചക്കയിലെല്ലാം നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആ ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാവ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നാളികേരം കൊത്തുതിരിക്കുന്നത് കുഴച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ചക്കപ്പത്തിന് വേണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതില് ശർക്കരപ്പാവും തേങ്ങാക്കൊത്തും ആണ് ചക്കയും അരിയും കൂടിയാണ് ഞാൻ ചേർത്തിളക്കി മിക്സ് ആക്കി വെച്ചേക്കണത്. ഇതിൽ ഏലക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കിട്ടണത് നല്ലതാണ് കേട്ടോ. അത് എൻ്റെ അടുത്ത് ഉണ്ടായില്ല, അപ്പം ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഇത് നമുക്ക് വാട്ടി വെച്ച ഇല ഉണ്ട് ഇവിടെ. ആ ഇലയിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് പരത്തിയെടുക്കുക. ശരിക്കും എല്ലാവരും വയണ ഇലയിലാണ് ചക്കപ്പ ഉണ്ടാക്കുക. ഇവിടെ വയണ ഇല കിട്ടിയില്ല. അതുകൊണ്ട് വാഴയില വാട്ടിയിട്ട് അതിലേക്കാണ് ഞാൻ ചക്കപ്പ റെഡിയാക്കണത്. അപ്പം നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നത്. വാഴയിലയിലാവുമ്പോൾ നമ്മൾ ഇതേപോലെ മാവെടുത്ത് ഇടണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ മടക്കിയെടുത്ത് ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതൊരു ചതുരത്തിലായി കിട്ടും. ഇല വാട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മടക്കുമ്പോൾ പൊട്ടുക. അപ്പോൾ നമ്മളിങ്ങനെ ഇല വാട്ടിയിട്ട് അതിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് മാവ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്യും. നമ്മുടെ ചക്കപ്പ എല്ലാം ഇലയിലാക്കി മടക്കി ഇതിൽ വെച്ചിട്ട് ഇനി നമുക്ക് ആവിക്ക് ഇത് വേവിക്കാം. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ കിടന്ന് വേവട്ടെ. നമ്മുടെ ചക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ടോന്ന് നോക്കി കണ്ടോ. ചക്കപ്പൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതെന്താ അത് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടാവും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ കുറച്ച് വാങ്ങിയേക്കാം. അപ്പം നമ്മുടെ വാഴയിലിൽ ഉണ്ടാക്കുന്ന ചക്കപ്പാണ്. ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ നല്ല പഴുത്ത ചക്കയൊക്കെ. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം കേട്ടോ.